ഒരു ഫാമിലിയാണ്. അച്ഛൻ വിദേശത്താണ്, അദ്ദേഹം കഷ്ടപ്പെട്ടൊരു വീടൊക്കെ വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ മകൾ ഒരു 10-12 വയസ്സായപ്പോ സമയത്ത് ഈ അച്ഛൻ നാട്ടിൽ വന്നു. അങ്ങനെ നടക്കുമ്പോൾ ഈ അച്ഛന് പുറത്തു പോയപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു മകൾക്കൊരു പ്രണയമുണ്ടെന്ന്. ഇദ്ദേഹം അന്വേഷിച്ചപ്പോഴത്തേക്ക് എന്തൊരു ചില സ്വഭാവ ദൂഷ്യമൊക്കെയുള്ള ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള പയ്യൻ. അപ്പൊ ഇത് പുള്ളി വന്ന് ചോദിച്ചു, മോളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ചോദിച്ചപ്പോൾ അവളങ്ങ് സമ്മതിച്ചു. അപ്പം പറഞ്ഞു, നീ ഇനി ക്ലാസ്സിലൊന്നും പോകണ്ടെന്ന് പറഞ്ഞ ഇവിടെ ഇരുത്തി. അങ്ങനെ ഇരുന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ ഒരു ദിവസം വൈകിട്ട് ഇതെന്തോ അടിച്ചിട്ട് ഡ്രഗ് അടിച്ച് കയറി വന്നു. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു അവളെ ഇറക്കി വിടാം. അപ്പൊ ഇയാൾ പറഞ്ഞു ഇറങ്ങി പോടാ. അങ്ങനെ ഇവൻ പറഞ്ഞു അവളുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, ഞാനെടുത്ത് നെറ്റിൽ പബ്ലിഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇവൻ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവൻ അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് രാത്രി മനുഷ്യൻ സൂയിസൈഡ് ചെയ്തു. മൂന്ന് വെച്ചു, കാരണം ഭയന്നു പോയി. ഇതേപോലെ ഗൾഫിലൊക്കെ ആളല്ലേ. അങ്ങനെ ഇരുന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയും അമ്മയും കൂടെ എന്നെ കാണാൻ വന്നു. വന്നിട്ട് ഇങ്ങനെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, മോളെ എന്തായാലും അച്ഛൻ മരിച്ചു, മോളിനി പഠിച്ച് നല്ല ജോലി മേടിക്കണം, എന്നിട്ട് മറ്റൊരാളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം, ഇനി അമ്മയ്ക്ക് മോള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി എന്നോട് പറയാം, ചേട്ടാ അച്ഛൻ മരിച്ചത് മരിച്ചു, ഞാൻ പക്ഷെ ആ ചേട്ടനെ കേട്ടത്തുള്ളൂ. എന്നാലോചിച്ചോണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് ഒരു ഇമോഷണൽ ആ അച്ഛൻ മരിച്ചതിന് കാരണക്കാരനായ ഒരു പയ്യനാണ് എനിക്ക് വളരെ ഫീൽ ചെയ്തത്.